यात्रियों कृपया ध्यान दीजिए, कोटयम से होकर बंगलुरु से कन्याकुमारी तक जाने वाली बंगलुरु कन्याकुमारी एक्सप्रेस थोड़ी ही देर में एर्नाकुलम टाउन प्लेटफॉर्म नंबर 2 पर आएगी। Your attention please. Train number 16526 Bangalore Kanyakumari Express from Bangalore to Kanyakumari via Kottayam will arrive shortly on Ernakulam town platform number 2. വീണ്ടും യാത്രയാണ് തലസ്ഥാനത്തേക്ക്. മനുവിന് അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ടിക്കറ്റ് രണ്ടും രണ്ട് കോച്ചിലായിരുന്നു. ടി.ടിയോട് റിക്വസ്റ്റ് ചെയ്ത് അത് ഒന്നിച്ചാക്കി കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. മനു പയ്യെ മൊബൈലും സിനിമയൊക്കെ ആയിട്ട് അവൻ്റെ ലോകത്തേക്ക് ഒതുങ്ങി. മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്ന പുറം കാഴ്ചകൾ. 2025 ജനുവരി 1 ഇന്നലത്തെ പോലെയുണ്ട്. ഇപ്പോതാ 5ാമത്തെ മാസത്തിലാണ് നമ്മൾ. ഇനി 2-3 മാസത്തിനുള്ളിൽ മനുവും പോവും. എൻ്റെ കിളിക്കൂട് പൂർണ്ണമായി ഒഴിയും. എൻ്റെ 2 കിളിക്കുഞ്ഞുങ്ങൾ പിന്നെ വല്ലപ്പോഴും വരുന്ന ദേശാടന കിളികളാകും. വേണ്ട, കാട് കയറി ചിന്തിക്കണ്ട അല്ലേ, ഇതൊക്കെയല്ലേ ജീവിതം. അങ്ങനെ ട്രിവാൻഡ്രം എത്തി. ഒരു യൂബർ വിളിച്ച് ഞങ്ങൾ ഹോട്ടലിലെത്തി. ആറ്റിങ്ങലാണ് സ്ഥലം. ഞങ്ങളുടെ ഹോട്ടലിന് തൊട്ടടുത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടെയാണെങ്കിൽ ഉത്സവവും അമ്പലവും ഉത്സവവും ഒക്കെ ആവേശമാകുന്ന ഞാൻ ഡബിൾ ഹാപ്പി. ഊണ് കഴിഞ്ഞൊരു കടം വീട്ടാൻ തീരുമാനിച്ചു. പൊങ്കാലയ്ക്ക് വന്നപ്പോൾ തിരക്കൊരു കാരണമായി പറഞ്ഞ് ആറ്റുകാലമ്മയെ കാണാതെയാണ് ഞാൻ തിരിച്ചുപോയത്. ആ കടം വീട്ടണം. 1 മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക്. പെട്ടെന്ന് തന്നെ ഫ്രഷായി ഞങ്ങൾ ഇറങ്ങി. ആറ്റിങ്ങൽ KSRTC സ്റ്റാൻഡിൽ നിന്ന് കിഴക്കേക്കോട്ട ബസ് പിടിച്ചു. തലതിരിഞ്ഞൊരു അമ്മയും മോനും ആയതുകൊണ്ടാണോ എന്നറിഞ്ഞൂടാ, ഞങ്ങൾക്ക് കിട്ടിയ സീറ്റും തലതിരിഞ്ഞായിരുന്നു. ആ ബസ്സിലെ എല്ലാവരും മുന്നിലേക്ക് നോക്കിയിരുന്ന് മുന്നിലേക്ക് സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾ പിന്നിലേക്ക് നോക്കിയിരുന്നാണ് മുന്നിലേക്ക് സഞ്ചരിച്ചത്. 5:30 ആയപ്പോൾ തമ്പാനൂർ എത്തിയെങ്കിലും നല്ല ബ്ലോക്കിൽ പെട്ടു ബസ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇറങ്ങി നടന്നു നേരെ പഴവങ്ങാടി ഗണപതി ഭഗവാന്റെ അടുത്തേക്ക്. അപ്പോഴല്ലേ മനസ്സിലായത് ബ്ലോക്കിന്റെ കാരണം. പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ ഭാഗത്ത് എന്തോ ജാഥ. ഭരണഘടന സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ടുള്ള ഒരു പ്രകടനം. ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴും ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കും. ഞങ്ങൾ കുറച്ച് നടന്നു മാറി ഒരു ഓട്ടോ വിളിച്ച് നേരെ ആറ്റുകാലേക്ക് പോയി. അമ്പലത്തിലും നല്ല തിരക്കുണ്ട്. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടക്കുന്നത് പോലെ ഇവിടെയും പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. ആറ്റുകാലമ്മയെ തൊഴുത് കടമൊക്കെ തീർത്ത് പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. തിരിച്ചു ഹോട്ടലിലേക്ക് പോകാൻ ഞാനൊരു യൂബർ ബുക്ക് ചെയ്തു. യൂബർ വരുന്ന നേരം കൊണ്ട് വ്ളോഗ് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തു. പക്ഷെ തിരിച്ചു പോണ വഴിക്ക് ഒരു പോർഷനും കൂടെ എടുക്കാതെ മനസ്സനുവദിച്ചില്ല. സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അഹാന കൃഷ്ണയുടെയും ഓസിയുടെയൊക്കെ വ്ളോഗുകൾ നിങ്ങളും കാണാറില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അവരുടെ വ്ളോഗിൽ കൂടെ എല്ലാം നല്ല പരിചയമാണ് എനിക്ക്. ഓബൈ തമാര, പിന്നെ നമ്മുടെ ലുലു. അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാതെ എങ്ങനെയാ? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എടപ്പള്ളി ലുലുവിൻ്റെ അത്രയൊന്നും സൂപ്പർ അല്ല കേട്ടോ ഈ ലുലു. അയ്യോ, തിരുവനന്തപുരംകാർ കൊല്ലല്ലേ. കാക്കയ്ക്ക് തൻകുഞ്ഞ് തന്നെയല്ലേ പൊൻകുഞ്ഞ്. ഹോട്ടലിലെത്തി ആഹാരം കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിയെ തൊഴുതു. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ടെസ്റ്റിന് പോയി. മനുവിനെ അകത്തേക്ക് കയറ്റിവിട്ടിട്ട് ഞാൻ ആ ക്യാമ്പസ് ഒന്ന് കറങ്ങി. പ്രകൃതി നല്ല രമണീയായ ഒരു ക്യാമ്പസ്. നല്ല പ്രകൃതി രമണീയമായ ഒരു ക്യാമ്പസ്. ഒരു മലയാണെന്ന് തോന്നുന്നു. 2 മണിക്കൂർ സമയമുണ്ടല്ലോ. എന്നാ പിന്നെ ഒരു ചോക്ലേറ്റ് നിന്ന് ഈ വ്ളോഗിന്റെ സ്ക്രിപ്റ്റ് എഴുതാന്ന് വെച്ചു. ചൂടേയില്ല, നല്ല കാറ്റ്. 2 മണിക്കൂർ പോയതറിഞ്ഞില്ല. ടെസ്റ്റും കഴിഞ്ഞ് റൂം ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളൊരു യൂബർ വിളിച്ച് നേരെ തമ്പാനൂരെത്തി. ട്രെയിൻ കയറുന്നതിന് മുമ്പ് ഊണ് കഴിക്കണം. 3 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സമയമുണ്ട്. ട്രിവാൻഡ്രം വരെ വന്നിട്ട് ബോളി വാങ്ങിക്കാതെ എങ്ങനെയാ തിരിച്ചു പോവുക? ഒരു ഓട്ടോ എടുത്ത് നേരെ മഹാബോളിയിലേക്ക്. എന്തൊരു തിരക്കാ റോഡിലൊക്കെ. ബോളിയും വാങ്ങിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ. പൊങ്കാല കഴിഞ്ഞ് തിരിച്ചു പോയ അതേ ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. 7:30 ആയപ്പോൾ വീട്ടിലെത്തി. നല്ലൊരു കുളിയും പാസ്സാക്കി സുഖമായി കിടന്നുറങ്ങി. അപ്പം ശരി, ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ.